നൗഫ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനുകളിലായിട്ട് ഡെസിമൽസിൻ്റെയും സ്ക്വയർ റൂട്ട്സുകളുടെയും സിംപ്ലിഫിക്കേഷനും ബേസിക് ഫോർ ഓപ്പറേഷൻസുകൾ ഉപയോഗിച്ച് അവരെങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ സെക്ഷനുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് പോയി കാണുക. സോ ആ ടോപ്പിക്കുകൾ 10th സ്റ്റാൻഡേർഡ്സിന് മാത്രമല്ല എല്ലാ സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ബേസിക് മാത്തമാറ്റിക്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അത് റിഫ്രഷ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. സോ അതെല്ലാവരും കാണാം. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റേഴ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടാൻജൻസിൻ്റെ പ്രോബ്ലംസുകളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ യൂഷ്വലി എല്ലാ ചാപ്റ്ററിലും ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ബേസിക് ടേംസുകളും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അത് പഠിച്ചതിന് ശേഷമേ നമുക്ക് ഓരോ പ്രോബ്ലംസുകളും അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഓരോ ടേംസുകളും ഓരോ റിലേഷനുകളും റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് പ്രോബ്ലംസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാം. സോ ആ പ്രോബ്ലംസുകളിലോട്ട് ഡീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ടേംസുകളൊക്കെ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് അത് ആദ്യം നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ആക്ച്വലി ഒരു ടാൻജന്റ് എന്ന് നോക്കാം. സോ ഒരു ടാൻജന്റ് എന്ന് പറയുന്നത്, so in geometry the tangent line or simply tangent to a plane curve at a given point is a straight line that just touches the curve at that point. So ഒരു ടാൻജന്റ് അല്ലെങ്കിൽ ഒരു ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ കർവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിൻ കർവിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ടച്ചസ് അറ്റ് എ സിംഗിൾ പോയിന്റ് ആണ്. സോ ഹിയർ നമ്മളൊരു കർവ് വരക്കാണ്, ഇതൊരു പ്ലെയിൻ കർവാണ്. ഈ കർവില് ഒരു സിംഗിൾ പോയിന്റിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഇപ്പൊ നമ്മളൊരു സിംഗിൾ കർവ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ പോയിന്റിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കും. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ടാൻജന്റ് അല്ലെങ്കിൽ ടാൻജന്റ് ലൈൻ ഓഫ് എ പ്ലെയിൻ കർവ് ടു എ പ്ലെയിൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് ലൈൻ ദാറ്റ് ടച്ചസ് ദ സർക്കിൾ അറ്റ് വൺ പോയിന്റ്. നമ്മളൊരു പ്ലെയിൻ കർവിന്റെ കേസ് കൺസിഡർ ചെയ്തു. ആ സമയത്ത് ഒരു സർക്കിളിന്റെ കേസിലാണെങ്കിൽ ടാൻജന്റ് ടു എ സർക്കിൾ എന്ന് പറയുന്നത് ഇസ് എ ലൈൻ ദാറ്റ് ടച്ചസ് എ സർക്കിൾ അറ്റ് വൺ പോയിന്റ്. ഇവിടെ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ഒരു, ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം, ഒരു സർക്കിളിൽ ഒരു സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണാം. ഇതിനെയാണ് ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. സിമിലർലി നമ്മൾ എബവ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതൊരു സർക്കിൾ ആണ്, അതിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഔട്ട്സൈഡിലുള്ള ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലൈൻസുകൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല, സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ലൈൻസുകളായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. സോ ദിസ് ഇസ് നോട്ട് എ ടാൻജന്റ്. ടാൻജന്റ് ആവുന്നത് ഒരു കർവിന്റെ കേസ് ആണെങ്കിൽ ഒരു കർവിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ കേസ് ആണെങ്കിൽ അതിന്റെ സിംഗിൾ പോയിന്റിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ടാൻജന്റ് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ടാൻജന്റ് ഓഫ് എ പ്ലെയിൻ കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? The tangent to a point on a circle is perpendicular to the diameter through that point. സോ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ വരുന്നത്. ഈ കൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഈ കൺസെപ്റ്റുകൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രോബ്ലംസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലംസുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ടാൻജന്റ് എന്ന് പറയുന്നത്, സർക്കിളിലെ ഒരു ടാൻജന്റ് എന്ന് പറയുന്നത് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയാമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്തപ്പോൾ ഇതൊരു ടാൻജന്റ് ആയത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഡ്രോ ചെയ്തിരിക്കുന്ന ഡയാമീറ്റർ ആണ് ഈ ഫിഗറിൽ ബ്ലൂ ലൈൻസിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്. Next is the quadrilateral with vertices at the center of a circle, 2 points on it, and the point where the tangents at these points meet is cyclic. So here we have constructed a quadrilateral AOBC. ഇവിടെ രണ്ട് vertices center of the circle, വേറെ രണ്ടെണ്ണം on the circle, വേറൊരെണ്ണം ഇവിടെ ഒരു vertices center of the circle, ഒരെണ്ണം രണ്ട് ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലും രണ്ടെണ്ണം ഓൺ ദ സർക്കിളിലും ആയിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തു. ഓക്കെ, ഇത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, ടച്ചസ് ഓൺ എ സിംഗിൾ പോയിന്റ് ഓഫ് എ സർക്കിൾ.
then it is a tangent. ഇങ്ങനെ കണ്ടീഷൻ എന്താണ്? ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. നമുക്കറിയാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിളിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതിന്റെ 4 വേർട്ടിസസും സർക്കിളിന്റെ ഓൺ ദ സർക്കിൾ ആയിരിക്കണം. അതിന്റെ 4 വേർട്ടിസസും ഓൺ ദ സർക്കിൾ ആവുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആയിരിക്കും. മീൻസ് ദ സം ഓഫ് ദ ആംഗിൾ ഇസ് 180 ഡിഗ്രി. അതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. In general, in a circle, the angle between the radii through 2 points and the angle between the tangent at these points are supplementary. അതായത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നതിന് പകരം ഈ രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ഈ രണ്ട് ആംഗിൾസിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയായി ത്രൂ 2 പോയിന്റ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് അറ്റ് ദീസ് പോയിന്റ്സ്. റേഡിയൈന്റെ ബിറ്റ്വീനുള്ള ആംഗിളും ടാൻജന്റ് മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ ആംഗിളും തമ്മിൽ സപ്ലിമെന്ററി ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്നും പറയാം. ഓക്കെ. In a circle, the angle between a chord and tangent at either end is half the central angle of the chord. അപ്പൊ നമ്മൾ കോഡിനെ കുറിച്ച് സർക്കിളിന്റെ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിരുന്നത് വെച്ചത്? ഒരു കോഡ് നമ്മളൊരു സർക്കിളിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ലാർജർ ട്രയാങ്കിൾ ആയിട്ടും അതിനെ 2 അൺഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. ഡയമീറ്റർ പോലെ എല്ലാം നമ്മൾ പഠിച്ചു. അൺഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാർജർ ട്രയാങ്കിളും ഉണ്ടാവും, സ്മോളർ ട്രയാങ്കിളും ഉണ്ടാവും. അപ്പൊ അവിടെ പഠിച്ച നമ്മൾ കുറച്ച് ആംഗിൾസിന്റെ റിലേഷൻസുകൾ നമ്മൾ പഠിച്ചിരുന്നു. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ലാർജർ, 180 മൈനസ് ഹാഫ് ആണ് സ്മോളർ. അങ്ങനെ കുറെ റിലേഷൻസുകൾ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ റിലേഷൻ ആണ് ഇവിടെ ഉള്ളത്. ദ ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ടാൻജന്റ് അറ്റ് ഐദർ എൻഡ് ഇസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ്. ഓക്കെ. ഇവിടെ നമ്മളിപ്പോ ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. ഇതൊരു ഫിഗർ ആണ്. ഇവിടെ നമ്മളൊരു ടാൻജന്റ് കൺസ്ട്രക്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ. സോ ദിസ് ഇസ് എക്സ് ഡിഗ്രി. എക്സ് ഡിഗ്രി ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഐദർ എൻഡ്സുകളിലുള്ള ആംഗിൾസ്. ഐദർ എൻഡ്സ് എന്ന് പറയുന്നത് ഈ കോഡും ഈ ഒരു പർട്ടിക്കുലർ ടാൻജന്റും കൂടി മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ, അതിനെയാണ് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ദ ടാൻജന്റ് അറ്റ് എയ്തർ എൻഡ്. 2 എൻഡുകളിലും ഒരു കോഡും അതിന്റെ പർട്ടിക്കുലർ ടാൻജന്റും മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അതായത് ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഹാഫ് എക്സ് ഡിഗ്രി. ഓക്കെ. ഇവിടെ നമുക്ക് എങ്ങനെയാ ഹാഫ് എക്സ് ഡിഗ്രി കിട്ടിയത്? നമുക്കറിയാം ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഹാഫ് എക്സ് ഡിഗ്രി ആയിരിക്കും. സിൻസ് ഇറ്റ് ഈസ് എ ലാർജർ ട്രയാങ്കിൾ മെയ്ഡ് ബൈ ദി കോഡ് ബൈ കട്ടിംഗ് ദി സർക്കിൾ. ഓക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് എക്സ് ഡിഗ്രി വന്നത്. അത് ശരിക്കും ഈ ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ടുള്ളതല്ല, അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണ് സെൻട്രൽ ആംഗിൾ എങ്കിൽ ഒരു കോഡും ഒരു ടാൻജന്റും കട്ട് ചെയ്യുന്ന ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. In a circle, the angle which a chord makes with the tangent at one end on any side is equal to the angle which it makes on the part on the circle on other sides. അതായത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തില്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞു സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ദി കോഡ് ആൻഡ് ടാൻജന്റ്. ഇപ്പൊ പറഞ്ഞ കണ്ടീഷനും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കണ്ടീഷൻ എന്തായിരുന്നു? സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ കോഡ് ഡിവൈഡ് ചെയ്ത് അൺഈക്വൽ പാർട്ടിലെ ലാർജർ പാർട്ട് ട്രയാങ്കിളിലെ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അത് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ. അത് നമുക്ക് ഈ ഫിഗറിൽ നിന്നും കണ്ടുപിടിക്കാം. ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആവും. ഓക്കെ. നമുക്ക് ഫിഗറിൽ നിന്ന് ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഇവിടെ എക്സ് ഡിഗ്രി ആയപ്പോൾ ഇവിടെ ഹാഫ് എക്സ് ഡിഗ്രി ആണ് നമ്മൾ ഈ കണ്ടീഷനിൽ പറഞ്ഞു. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഹാഫ് എക്സ് ഡിഗ്രി ആണെന്ന് നമ്മൾ സർക്കിളിന്റെ ചാപ്റ്ററിലും പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഇവിടെ ഹാഫ് എക്സ് ഡിഗ്രി ആണെങ്കിൽ അതേ ആംഗിൾ തന്നെയായിരിക്കും മുകളിലും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ വിച്ച് എ കോഡ് മേക്സ് ദ ടാൻജന്റ്. ടാൻജന്റിനായിട്ട് കോഡ് മേക്ക് ചെയ്യുന്ന ഈ ആംഗിള് എന്തിനായിട്ട് സെയിം ആയിരിക്കും? ഈക്വൽ ടു ദ ആംഗിൾ വിച്ച് ഇറ്റ് മേക്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ സർക്കിൾ ഓൺ അതർ സൈഡ്. വേറെ മറ്റൊരു സൈഡിൽ, അതായത് ഈ ഒരു പർട്ടിക്കുലർ സൈഡ് അല്ല, അതിന്റെ വേറെ സൈഡ്. ഇപ്പൊ ഇത് സ്മോളർ പാർട്ടല്ലേ, അതിന്റെ ലാർജർ പാർട്ടില് ആ ട്രയാങ്കിളിലെ ആംഗിളും ഈ ആംഗിൾസുകളും തമ്മിൽ സെയിം ആയിരിക്കും. ഇനിയിപ്പോ ലാർജർ പാർട്ടല്ല സ്മോളർ പാർട്ടിന്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത് നോക്കിക്കോ. ഇപ്പൊ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കോഡും ഈ ടാൻജന്റും കൂടി മേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രി മൈനസ് എക്സ് ദ ഹോൾ 180 ഡിഗ്രി മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണെങ്കിൽ അതേ ആംഗിൾ തന്നെയായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ അതർ സൈഡിലുള്ള പാർട്ടിൽ അത് ഫോം ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ആംഗിളും. ഓക്കെ.
സോ നമ്മൾ ശരിക്കും ഓരോ ചാപ്റ്ററിലെയും കൺസെപ്റ്റുകൾ സോ നമുക്ക് ആ രണ്ട് ചാപ്റ്ററിലെ ആ രണ്ട് കണ്ടീഷൻസുകൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മറക്കാതെ ഈ കൺസെപ്റ്റുകൾ ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇത് പറയുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് കമന്റിൽ ചോദിക്കാൻ, ഞാൻ അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഒരു കോഡ് അതിന്റെ സർക്കിളിനെ അൺഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരെണ്ണം ഒരു സ്ഥലത്ത് ഒരു പ്ലേസിൽ ലാർജർ ട്രയാങ്കിളും ഒരെണ്ണത്തിൽ സ്മോളർ ട്രയാങ്കിളും ആയിരിക്കും. ഈ ലാർജർ ട്രയാങ്കിളിലും സ്മോളർ ട്രയാങ്കിളും ഫോം ചെയ്യുന്ന ആംഗിൾസിന്റെ കണ്ടീഷൻ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ലാർജർ ട്രയാങ്കിളിൽ, 180 മൈനസ് ഹാഫ് ആയിരിക്കും സ്മോളറിൽ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് കോഡിന്റെയും ടാൻജന്റിന്റെയും കണ്ടീഷൻ ആണ്. കോഡും ടാൻജന്റും ഇൻ ബിറ്റ്വീൻ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിൾ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ടാൻജന്റ് ഈസ് സെയിം ആസ് ദ ആംഗിൾ ഓൺ ദ അതർ സൈഡ് വിച്ച് ഈസ് മെയ്ഡ് ബൈ ദി കോഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാന്ന്. സോ നമുക്കൊരു ഫിഗർ തന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് ശരിക്കും, പക്ഷെ ഇത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഓരോന്നും ഓരോ കോഡുകളാണ്. സോ ഈ ഒരു കോഡ് ഈ ഒരു ടാൻജന്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടത്തെ ആംഗിളെ കുറിച്ചാണ് ഇവിടത്തെ ആംഗിൾ, ഈ ഒരു ഇൻ ബിറ്റ്വീൻ ആംഗിളിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 65 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻ അനുസരിച്ച് എന്താണ്, ഈ ഒരു ആംഗിൾ 65 ഡിഗ്രി ആണെങ്കിൽ ഈ കോഡും ടാൻജന്റും മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾസ് എന്ന് പറയുന്നതും 65 ഡിഗ്രി ആയിരിക്കും. That is like this. ഓക്കെ, ഇപ്പോൾ ഇവിടെ 65 ഡിഗ്രി, ഇവിടെ 65 ഡിഗ്രി എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിൽ ബാക്കി റിമൈനിങ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് എ സർക്കിൾ 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. അപ്പൊ നമ്മൾ ഇത്ര നേരം ടാൻജന്റ് വരയ്ക്കുന്ന കാര്യം പറഞ്ഞു, സർക്കിളിൽ ഒരു സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്ത ടാൻജന്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പർട്ടിക്കുലർ സർക്കിളിൽ എത്ര ടാൻജൻസുകൾ നമുക്ക് വരക്കാം? അത് നമുക്ക് 10th സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. നമ്മൾ ആദ്യം തന്നെ ഒരു ഡയമീറ്റർ വരച്ചു തുടങ്ങാം, വീണ്ടും അതിൽ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആയിട്ട് ആ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈൻസുകൾ കിട്ടുക. അപ്പോഴാണ് അത് ടാൻജന്റ് ആവുക. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു സർക്കിളിന്റെ ടച്ച് ചെയ്യുന്നത് ആകെ 2 ടാൻജൻസ് മാത്രമേ നമുക്ക് അതിനകത്ത് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, the tangents to a circle from a point are of the same length. നമ്മൾ ഒരു സിംഗിൾ പോയിന്റിന്റെ കേസ് ആണ് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്ന് 2 ടാൻജന്റ് വരക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇഷ്ടംമാതിരി ടാൻജന്റ് ഒക്കെ വരക്കാം. 2 ടാൻജന്റ് ഒരു പോയിന്റിൽ നിന്ന് വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് വരക്കുന്ന ടാൻജന്റിന്റെ പ്രത്യേകത എന്തായിരിക്കണം? അവർ രണ്ടുപേരും സെയിം ലെങ്ത് ആയിരിക്കണം. അപ്പൊ സെയിം ലെങ്ത് ആയിരിക്കണം എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ നമുക്ക് അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും യൂസ്ഫുൾ ആണ്. സെയിം അതേപോലെ തന്നെ ഒരു ഫിഗർ തന്നിട്ട് ഒരു ടാൻജന്റിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, മറ്റേ ടാൻജന്റിന്റെ ലെങ്ത് നമുക്കില്ല. ഓക്കെ, ചിലപ്പോൾ ആ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കില്ല, അതിനുശേഷമുള്ള ആംഗിൾസുകൾ കണ്ടുപിടിക്കാനായിരിക്കും. പക്ഷെ ആ ലെങ്ത് കണ്ടുപിടിച്ചതിലൂടെ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ടാൻജന്റിന്റെ ലെങ്ത് തന്നിട്ട് അതേ പോയിന്റിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന മറ്റൊരു ടാൻജന്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ദേ ഹാവ് ദ സെയിം ലെങ്ത്. അവർ ടാൻജന്റ് ആണെങ്കിൽ അവരൊരു സിംഗിൾ പോയിന്റിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഒരു ടാൻജന്റിന്റെ എത്ര ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും രണ്ടാമത്തേൽ. അങ്ങനെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കേസിൽ നമുക്ക് ഈ കൺസെപ്റ്റുകൾ യൂസ് ചെയ്യാം. In a quadrilateral formed by the tangents at 4 points on the circle, the sum of opposite sides are equal. എങ്ങനെയാ ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ടാൻജന്റ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ടാൻജന്റുകൾ തമ്മിൽ ഒരു പർട്ടിക്കുലർ സിംഗിൾ പോയിന്റ് എടുക്കുക, അവിടുന്ന് 2 ടാൻജന്റ് എടുത്തു, വീണ്ടും അടുത്ത് എടുക്കുക, അവിടുന്ന് 2 എണ്ണം, ഒരു പോയിന്റിൽ നിന്ന് എടുത്തു, അടുത്ത 2 എണ്ണം, അങ്ങനെ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത എന്താന്നാ പറയുന്നത്? സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫിഗറിൽ ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് ഫോം ചെയ്യുന്ന 2 ടാൻജന്റ് എന്ന് പറയുന്നത് സെയിം ലെങ്ത് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ സിംഗിൾ പോയിന്റിൽ നിന്ന് വരുന്ന ടാൻജന്റിനെ സെയിം ലെങ്ത് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക എ എ, ബി ബി, സി സി, ഡി ഡി. ഓക്കെ, നൗ വി ആർ കൺസിഡറിങ് എങ്ങനെയാണ് അത് പ്രൂവ് ആക്കുക എന്ന് നോക്കാം. The sum of the length of the bottom and the top side of the quadrilateral. Top and bottom ലെങ്ത്തുകളുടെ സമ്മ് നമുക്ക് കൺസിഡർ ചെയ്യാം. ബോട്ടത്തിലെ ലെങ്ത് എന്ന് പറയുന്നത് എ പ്ലസ് ബി, ടോപ്പിൻ്റെത് സി പ്ലസ് ഡി. അവരുടെ സം എന്ന് പറയുന്നത് എ പ്ലസ് ഡി പ്ലസ് സി പ്ലസ് ഡി. ഓക്കെ, അതോടെ നിൽക്കട്ടെ. സം ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഇനി നമുക്ക് ലെഫ്റ്റിന്റെയും റൈറ്റിന്റെയും സം നോക്കാം. ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ഡി.
ഇവരെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെ വരും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഇവിടെ എങ്ങനെ വരും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പൊ അതിനർത്ഥം എന്താ? ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സുകളുടെ ലെങ്ത്തുകളുടെ സമ്മ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു ലെങ്ത്തും കൂടി സം ചെയ്താൽ അതേ വാല്യൂ തന്നെയായിരിക്കും ഈ ഒരു ലെങ്ത്തും കൂടി സം ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫിഗർ ഉപയോഗിച്ചുകൊണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു കണ്ടീഷൻ സർക്കിളിൽ പഠിച്ചായിട്ട് ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ടാൻജന്റ് അല്ല, ഇതൊരു കോഡിന്റെ കേസാണ്. നമുക്ക് ടാൻജന്റിലോട്ട് കൺസ്ട്രക്ട് ചെയ്യാം ആദ്യം അതിനെ. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഈ ലൈൻ പി സി എന്ന് പറയുന്ന ലൈൻ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവരെ ജോയിൻ ചെയ്ത് ഈ ഒരു ഫോമിലാക്കുക. ഇനി നമുക്ക് ഇവരുടെ റിലേഷൻ കണ്ടുപിടിക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഇന്റർസെക്റ്റിംഗ് ലൈൻ ആൻഡ് ദ പാർട്ട് ഓഫ് ഇറ്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ ടാൻജന്റ്. അപ്പൊ നമുക്കിവിടെ പി സി എന്ന് പറയുന്നത് വയലറ്റ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പി സി എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ലൈൻസുകൾ എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഇന്റർസെക്റ്റിംഗ് ലൈൻ, പി ബി എന്ന് പറയുന്നത് ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണ്. ആൻഡ് ദ പാർട്ട് ഓഫ് ഇറ്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ is equal to the square of the tangent. എന്ന് വെച്ചാൽ എന്താണ്? പി എ എന്ന് പറയുന്നത് പി ബി എന്ന് പറയുന്നതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻ. അതിന്റെ ഒരു ഭാഗമാണ് പി എ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഈ ഒരു ഭാഗവും അതിന്റെ അകത്തുള്ള ഈ ഒരു ഔട്ട്സൈഡ് ഉള്ള ഈ ഒരു ഭാഗവും ദാറ്റ് ഈസ് പി എയും ഇന്റർസെക്റ്റിംഗ് ലൈനായ പി ബിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടാൻജന്റിന്റെ സ്ക്വയറിനായിട്ട് ഈക്വൽ ആയിരിക്കും. അതാണ് കോഡിന്റെയും ടാൻജന്റിന്റെയും ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ. ഈ കണ്ടീഷൻ പോലെ തന്നെ ടാൻജന്റിനെ ബേസ് ചെയ്ത് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. നമ്മൾ ഈ ഒരു ഫോർമുലയും സർക്കിളിന്റെ കണ്ടീഷനിൽ കണ്ടതാണ്, പക്ഷേ അത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ്. എപ്പോഴാണ് അവിടെ പി സി സ്ക്വയർ വന്നത്? ഒരു കോഡ് മറ്റൊരു കോഡിനായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ. അവിടെയല്ല, ആ കണ്ടീഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കണ്ടീഷൻ വേറെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. പി എയും പി ബിയും എന്ന് പറയുന്നത് ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണ്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടാൻജന്റിന്റെ സ്ക്വയറിനായിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ റിലേഷൻ എന്ന് പറയുന്നത് പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി സി ബൈ പി ബി. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു റിലേഷനിലോട്ട് വന്നെത്തിയത്? ഈ ഒരു റിലേഷനിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഫോർമുലയിലോട്ട് എത്തുന്നത്. ഇവിടെ നമുക്ക് എക്സ് ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ടാൻജന്റും കോഡും കട്ട് ചെയ്യുന്ന ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? എക്സ് ഡിഗ്രി തന്നെയായിരിക്കും. ഇവിടെ ഇല്ല കേട്ടോ, കാരണം ഇവിടെ കോഡ് മാത്രമേ ഉള്ളൂ, ഇവിടെ ടാൻജന്റ് ഇല്ല. അത് മാറ്റി ഇവിടെ എക്സ് ഡിഗ്രി, ഇവിടെ എക്സ് ഡിഗ്രി വരില്ല. ടാൻജന്റും കോഡിന്റെയും ബിറ്റ്വീൻ ആയിട്ട് വരുന്നതും ഈ ആംഗിളും സെയിം ആയിരിക്കും എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പി എ എന്ന് പറയുന്നത് ഈ ലൈനാണ്. എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പി എ ഇസ് സെയിം ആസ് എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ലൈൻ എന്താണ്? പി സി. ഓക്കെ, ഈ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏത് ലൈനാണ്? പി സി. ഇവിടെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് പി എ, സോ പി എ ബൈ പി സി. സിമിലർലി നമുക്ക് ഈ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് പി സി, ഈ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഇന്റർസെക്റ്റിംഗ് ലൈൻ പി ബിയും കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി സി ബൈ പി ബി. സോ ഈ റിലേഷൻ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ സർക്കിളിന്റെ ചാപ്റ്ററിൽ പഠിച്ച കണ്ടീഷനായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് പറഞ്ഞത്. കൺഫ്യൂഷൻ ആവരുത്. അവിടെ പി സി സ്ക്വയറിന്റെ കേസ് വരുന്നത് രണ്ട് കോഡ് തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇവിടെ ഈ ഒരു കണ്ടീഷൻ ഡിഫറെന്റ് ആണ്. ഇവിടെ കോഡും ടാൻജന്റും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോമുല എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോഡിന്റെ ഇന്റർസെക്ഷന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ, അത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അത് ആ വീഡിയോ ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ അത് കാണുക. ഓക്കെ, സോ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്റർസെക്ഷൻ കോഡിന്റെ കേസിൽ നമ്മൾ ഈ ഫോർമുലാസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞത് നമ്മൾ അതിനെ ഒരു ഏരിയയുടെ കൺസെപ്റ്റിലും കൂടി ഡിഫൈൻ ചെയ്തിരുന്നു. എന്തിനാണ്? നമുക്ക് റെക്ടാങ്കിളിന്റെയും സ്ക്വയറിന്റെയൊക്കെ ഏരിയ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു റിലേഷന് നമുക്ക് ഏരിയയുടെ ബേസിൽ ഡിഫൈൻ ചെയ്യാം. The rectangle with the intersecting line and its part outside the circle as sides and the square with sides equal to the tangent have the same area. അതായത് നമ്മൾ ഈ ഒരു ഫിഗർ നേരത്തെ കൺസിഡർ ചെയ്തു. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞു.
ഇനി ഈ ഒരു രണ്ട് ടാൻജന്റിന് പകരം ഇവിടെ ഒരു റെക്റ്റാങ്കിളും ഇവിടെ ഒരു സ്ക്വയറും ആണ് വരുന്നതെങ്കിൽ ഈ റിലേഷൻ അനുസരിച്ച് നമുക്ക് പറയാം ഇവർ രണ്ടുപേരുടെ ഏരിയ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇൻ സർക്കിൾ. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോമെട്രിയിൽ ഇൻ സർക്കിൾ ഓർ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എന്ന് പറയും ഓഫ് എ ട്രയാങ്കിൾ is the largest circle contained in the triangle. It touches the three sides. Relation ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നിനെ ഇവിടെ നമുക്കിതിനെ ഒരേപോലെ ഇതിന്റെ ലെങ്ത്തുകളെ പേര് കൊടുക്കാം. ദാറ്റ് ഈസ് ZZ, XX, YY. Okay, since the tangent from a single point is having the same length. അപ്പോൾ ഇൻസർക്കിൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു ട്രയാങ്കിളിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലാർജ് സർക്കിൾ. The radius of the incircle of a triangle is its area divided by half the perimeter. ഈ ഒരു റിലേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു that is R is equal to A by S. ഇവിടെ A എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിളിന്റെ ഏരിയയാണ് നമ്മൾ A എന്ന് ഉദ്ദേശിക്കുന്നത്. S എന്ന് പറയുന്നത് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിളും. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിന്റെ പെരിമീറ്ററും ട്രയാങ്കിളിന്റെ ഏരിയയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ ഇൻ സർക്കിളിന്റെ റേഡിയസ് ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇത്രയും ഞാൻ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാം. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.